ഹായ് ഫ്രണ്ട്സ്, വെതർ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണാവൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഹൗ ഈസ് ദ വെതർ ഓവർ ദെയർ. അപ്പോൾ ഇവിടെ നമ്മൾ ഈസിന് പകരം വാസ് ആണ് ചേർത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹൗ ഈസ് ദ വെതർ ഓവർ ദെയർ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പ്രസൻറ്റ് ഇപ്പോഴത്തെ കാലാവസ്ഥയാണ് പറയുന്നത്. പ്രസൻറ്റ് ടെൻസ് ആണ് അവിടെ, അല്ലേ? ഹൗ ഈസ് ദ വെതർ ഓവർ ദെയർ. ഇനി നമ്മൾ ഹൗ വാസ് ദ വെതർ ഓവർ ദെയർ എന്ന് പറയുമ്പോൾ കാലാവസ്ഥ എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ വാസ്, ഈസ് നമുക്കറിയാം, ഈസ്, ആർ, അപ്പോൾ ആകുന്നു, ആണ്, ഉണ്ട്, അതാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? ആകുന്നു, ആണ്, ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് ടെൻസിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിതിന് പകരം വാസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലോ, വാസ് അല്ലെങ്കിൽ വേറാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താവും? ഇരുന്നു എന്നുള്ള മീനിങ് വരും. ഓക്കെ, ആയിരുന്നു. ക്ലിയർ? അപ്പോൾ ഹൗ വാസ് ദ വെതർ. അപ്പോൾ ഹൗ വാസ് ദ വെതർ, ഇപ്പോൾ ഓവർ ദെയർ എന്ന് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സിമ്പിളായിട്ട് ഹൗ വാസ് ദ വെതർ യെസ്റ്റർഡേ, ഹൗ വാസ് ദ വെതർ യെസ്റ്റർഡേ. ഇന്നലെ കാലാവസ്ഥ എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്നലെ കാലാവസ്ഥ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ നോക്കാം. ഇറ്റ് റെയിൻഡ് യെസ്റ്റർഡേ, ഇന്നലെ മഴ പെയ്തിരുന്നു. അപ്പോൾ ഇറ്റ് റെയിൻഡ് മഴ പെയ്തിരുന്നു. ഇവിടെ വെർബാണ് റെയിൻഡ്, റെയിൻസ് സിമ്പിൾ പ്രസൻറ്റ്. അപ്പോൾ റെയിൻഡ് പാസ്റ്റ് ആയി. അപ്പോൾ ഇറ്റ് റെയിൻഡ്. അപ്പോൾ റെയിൻസ് എന്ന് പറയുമ്പോൾ മഴ പെയ്യാറുണ്ട് എന്നുള്ളതാണ് വരിക. ഇറ്റ് റെയിൻസ് ഹിയർ എന്ന് പറയുമ്പോൾ ഇവിടെ മഴ പെയ്യാറുണ്ട്. ഓക്കെ, യൂഷ്വലി ഇറ്റ് റെയിൻസ് ഹിയർ എവറി ഡേ, ഇവിടെ എല്ലാ ദിവസവും മഴ പെയ്യാറുണ്ട്. It rains here every day. Okay, it rains here every day. ഇവിടെ എല്ലാ ദിവസവും മഴ പെയ്യാറുണ്ട്. ക്ലിയർ? അപ്പോൾ അതൊരു ജനറൽ ട്രൂത്താണ്. അപ്പോൾ നമ്മൾ അതിന് പകരം ഇറ്റ് റെയിൻഡ് എന്നാണ് വരുന്നതെങ്കിലോ മഴ പെയ്തിരുന്നു. അപ്പോൾ റെയിൻസ് എന്ന് പറയുമ്പോൾ പെയ്യാറുണ്ട്, റെയിൻഡ് എന്ന് പറയുമ്പോൾ പെയ്തിരുന്നു. ഓക്കെ, പെയ്തു. അപ്പോൾ ഇറ്റ് റെയിൻഡ് യെസ്റ്റർഡേ, ഇന്നലെ മഴ പെയ്തിരുന്നു. ക്ലിയർ? ദെൻ ഇനി അത് കുറച്ചുകൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് ഒന്നുകൂടി എന്നെ ഡിസ്ക്രൈബ് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ ഇറ്റ് റെയിൻഡ് സെവറൽ ടൈംസ് മീൻസ് മെനി ടൈംസ് ഒന്നും പറയാം നമുക്കല്ലേ, പലതവണ. ഇറ്റ് റെയിൻഡ് മെനി ടൈംസ് യെസ്റ്റർഡേ, ഇന്നലെ പലതവണ പല പ്രാവശ്യം മഴ പെയ്തിരുന്നു. ക്ലിയർ? അപ്പം നമ്മൾ ഈ എന്താ പറയുക, ഇറ്റ് റെയിൻഡ് യെസ്റ്റർഡേ അങ്ങനെ മാത്രം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടി അതിനെ ഒന്ന് ബ്യൂട്ടിഫുൾ എന്താ പറയുക, കുറച്ചുകൂടി നാച്ചുറലായിട്ട് പറയാനും കൂടെ ശ്രമിക്കണം. നമ്മളുടേതായ ചില സെൻറ്റൻസ് വേർഡുകളൊക്കെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ നോക്കിക്കോളും, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇറ്റ്സ് ഹോട്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് പഠിച്ചിട്ടുണ്ട്. നല്ല ചൂടാണ്, ഇറ്റ്സ് ഹോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറ്റ്സ് ഹോട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ചൂടാണ് എന്നുള്ള അർത്ഥമാണ്, ഇവിടെ ചൂടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് മോഡിഫൈഡ് ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം, ഇറ്റ്സ് ക്വൈറ്റ് ഹോട്ട്. അപ്പോൾ ക്വൈറ്റ് ഹോട്ട് അല്ലേ, ഇറ്റ്സ് ക്വൈറ്റ്. അപ്പോൾ തികച്ചും ശരിക്കും. അപ്പോൾ നമ്മൾ അതിനെ ഒന്നും കൂടി ആ ഭാഷ കുറച്ചുകൂടി ഒരു നാച്ചുറലായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ക്വൈറ്റ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പം ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ ഒന്ന് ആഡ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ഹോട്ട് എ ലിറ്റിൽ, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേ നമ്മൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞുകൊണ്ട് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നതെന്ന് കേൾക്കുന്ന ആൾക്ക് തോന്നും. ഓക്കെ, സോ ഇറ്റ്സ് ഹോട്ട് എ ലിറ്റിൽ ഓർ ഇറ്റ് ഈസ് ക്വൈറ്റ് ഹോട്ട് ഹിയർ. ക്ലിയർ? ക്വൈറ്റ്. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് യൂസ് ചെയ്ത് പറയാം. ഈ ക്വൈറ്റിന് പകരമുണ്ടല്ലോ നമുക്ക് വേറൊരു വേർഡ് യൂസ് ചെയ്യാൻ പറ്റും, ഇറ്റ്സ് റാദർ ഹോട്ട്. ഈ റാദർ ഒക്കെ അടിപൊളി യൂസേജാണ്, നമ്മളത് സെൻറ്റൻസുകളിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കണം മനഃപൂർവ്വം. ഇറ്റ്സ് റാദർ ഹോട്ട് ടുഡേ. അപ്പോൾ ഒരു താരതമ്യേന നമ്മൾ കമ്പയർ ചെയ്ത് പറയുകയാണ്, ഇറ്റ്സ് റാദർ ഹോട്ട് ടുഡേ. അല്ലെങ്കിൽ ശരിക്കും നല്ല ചൂടാണ്, ശരിക്കും, ഒരു വിധം. റാദറിന് ഒരുപാട് മീനിങ് ഉണ്ട്, അത് സന്ദർഭത്തിനനുസരിച്ച് സെൻറ്റൻസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം അത്യാവശ്യം ഇതെങ്കിലും പഠിക്കാം. ഇറ്റ്സ് റാദർ ഹോട്ട് ടുഡേ. ഓക്കെ, ഇറ്റ്സ് റാദർ ഹോട്ട്, റാദർ ഒരു വിധം അല്ലെങ്കിൽ ശരിക്കും, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ദെൻ ഇറ്റ്സ് ക്വൈറ്റ് ഹോട്ട്. അപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ നമ്മളത് പറയുന്നതിനിടയിൽ വീണ്ടും ഇന്നലത്തെ സെൻറ്റൻസിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കുക, ഇന്നലെ ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇറ്റ് റെയിൻഡ് സെവറൽ ടൈംസ് യെസ്റ്റർഡേ, ഇറ്റ് റെയിൻഡ് മെനി ടൈംസ് യെസ്റ്റർഡേ, ഇന്നലെ പലതവണ മഴ പെയ്തിരുന്നു. ഓക്കെ, ഇനി
ഇറ്റ് ഹാസ് റെയിൻഡ് മെനി ടൈംസ് ദിസ് വീക്ക്. അപ്പോൾ ഇവിടെ നോക്കും, ഞാൻ 2 സെൻറ്റൻസുകൾ ഇവിടെ എഴുതാം. ഇറ്റ് റെയിൻഡ് മെനി ടൈംസ് ദിസ് വീക്ക്. എന്താണ് ഈ 2 സെൻറ്റൻസുകളും തമ്മിലുള്ള വ്യത്യാസം? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഇറ്റ് ഹാസ് റെയിൻഡ് മെനി ടൈംസ് ദിസ് വീക്ക്. അപ്പോൾ ഇറ്റ് ഹാസ് റെയിൻഡ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, ഇവിടെ റെയിൻഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഇറ്റ് റെയിൻഡ് മെനി ടൈംസ് ദിസ് വീക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് ഈ ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ആഴ്ചയുടെ അവസാനം, ആഴ്ച ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആഴ്ചയുടെ അവസാനം ഏതാനും മണിക്കൂറുകൾ, 1 മിനിറ്റേ ബാക്കിയുള്ളൂ എന്ന് വിചാരിക്കും, ഫോർ എക്സാമ്പിൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ആഴ്ച ഓൾറെഡി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇറ്റ് റെയിൻഡ് മെനി ടൈംസ് ദിസ് വീക്ക്, ദാറ്റ് വീക്ക് ഈസ് ഓവർ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇത് യൂസ് ചെയ്യാം. ഇറ്റ് റെയിൻഡ് മെനി ടൈംസ് ദിസ് വീക്ക്. ഇനി ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഹാസ് റെയിൻഡ് മെനി ടൈംസ് ദിസ് വീക്ക് എന്ന് പറയുമ്പോൾ ആ വീക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മൾ മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്റൻസ് പറയുന്നത് ആ ആഴ്ച കഴിഞ്ഞിട്ടില്ല എന്ന് ഓർക്കുക. അപ്പോഴാണത് പറയുന്നത്. സപ്പോസ് ഞാനൊരു വെൻസ്ഡേ അല്ലെങ്കിൽ ഒരു ഫ്രൈഡേ ആണ് ഈ സെൻറ്റൻസ് പറയുന്നത് വിചാരിക്കും, എനിക്ക് അപ്പോഴാണത് പറയാൻ പറ്റുക. അപ്പോൾ ഈ ആഴ്ച കഴിഞ്ഞിട്ടില്ല, ട്യൂസ്ഡേയോ വെൻസ്ഡേ ഏതെങ്കിലും ഇതിനിടയിലുള്ള ഏതോ ഒരു ദിവസമാണ് ഞാൻ പറയുന്നത്. ഇറ്റ് ഹാസ് റെയിൻഡ് മെനി ടൈംസ് ദിസ് വീക്ക്. ഈ ആഴ്ച പലതവണ മഴ പെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മഴ പെയ്തു എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ആഴ്ച ഫിനിഷ് ചെയ്തിട്ടില്ലെങ്കിൽ, ആ ആഴ്ച കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇനി ആഴ്ച കഴിഞ്ഞു, ഇനി ഒരു ദിവസം വേറെ വരാനില്ല, അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഈ സൺഡേ ആയിരിക്കും പറയുന്നുണ്ടാവുക. ഇറ്റ് റെയിൻഡ് മെനി ടൈംസ് ദിസ് വീക്ക്. ഇനി സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇതിൽ വലിയ ഈ അമിതമായ പ്രാധാന്യം നിങ്ങൾ കൊടുക്കണ്ട. ഇനി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവണമല്ലോ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ നമുക്കതിൻ്റെ മീനിങ് മനസ്സിലാവണമല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രം, അതുകൊണ്ടത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഞാനിവിടെ ടെൻസ് കൂടുതലായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യത്തെ കുറച്ച് വീഡിയോസിൽ ഞാൻ ടെൻസിന് അല്ലെങ്കിൽ ഗ്രാമറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകൾ നമ്മൾ പറഞ്ഞ് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടട്ടെ. അതിനുശേഷം നമുക്ക് ഗ്രാമറൊക്കെ അത്യാവശ്യം പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഗ്രാമർ നമുക്ക് അത്യാവശ്യമാണ്, ബേസിക് ഗ്രാമർ. എങ്കിൽ കൂടിയും നമുക്ക് ഒന്ന് പറഞ്ഞു തുടങ്ങാൻ ഓൾറെഡി നമുക്ക് വളരെ സിമ്പിളായിട്ട് കുറച്ച് സെൻറ്റൻസുകൾ ആദ്യം പറഞ്ഞു വെക്കുക, പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പാർട്ടായിട്ട് ഗ്രാമർ സെഷൻ പ്രത്യേകിച്ച് എടുക്കാം, അത് പിന്നീട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാമറിൻ്റെ അതിപ്രസരമൊന്നും ഇല്ലാതെ എങ്ങനെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ, ഓക്കെ. ദെൻ നമ്മൾ പാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ എന്താണ്, ഇന്നലെ മഴ ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു കാലാവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ അല്ലേ, ഹൗ വാസ് ആയിരുന്നു. എസ്റ്റർഡേ, ഇന്നലെ എങ്ങനെയായിരുന്നു കാലാവസ്ഥ എന്ന് ചോദിച്ചപ്പോഴാണ് ഇറ്റ് റെയിൻഡ് എസ്റ്റർഡേ, ഇറ്റ് റെയിൻഡ് സെവറൽ ടൈംസ് എസ്റ്റർഡേ, ഓർ ഇറ്റ് റെയിൻഡ് മെനി ടൈംസ് എസ്റ്റർഡേ എന്നൊക്കെ പറഞ്ഞത് അല്ലേ. ഇനി ഇന്നലെ മഴ പെയ്തിരുന്നോ, ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കും, മഴ പെയ്തിരുന്നോ എന്നുള്ളൊരു രീതിയിലാണ് ചോദിക്കേണ്ടതെങ്കിലോ അത് നമ്മൾ എന്ത് പറയണം. അപ്പോൾ ഈ റെയിൻ അതിനൊരു സിമ്പിൾ വഴിയുണ്ട് കേട്ടോ. റെയിൻഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഡിഡ് പ്ലസ് റെയിൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെൻറ്റൻസ് ഒന്ന് നോക്കാം. ഇറ്റ് റെയിൻഡ് എസ്റ്റർഡേ അല്ലേ. അപ്പോൾ നമ്മൾ ഈ റെയിൻഡിനെ ഇങ്ങനെ ഒന്ന് മാറ്റിയാലോ, ഇറ്റ് ഡിഡ് റെയിൻ എസ്റ്റർഡേ. അപ്പോൾ നമ്മളിങ്ങനെ സാധാരണ നമ്മൾ സംസാര ഭാഷയിൽ അങ്ങനെ പറയാറില്ല, ഇറ്റ് ഡിഡ് റെയിൻ എസ്റ്റർഡേ എന്ന് പറയാറില്ല. പക്ഷെ അത് അങ്ങനെയാണ് മനസ്സിലാക്കുക, സ്ട്രക്ചർ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ റെയിൻഡിന് പകരം റെയിൻഡ് ഈക്വൽ ടു ഡിഡ് പ്ലസ് റെയിൻ. ക്ലിയർ? അപ്പോൾ ഞാൻ റെയിൻഡിന് പകരം ഡിഡ് റെയിന് കൊടുത്തു. ഇനി ഇന്നലെ മഴ പെയ്തിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഓർഡർ നോക്കുക. ഇറ്റ് ഫസ്റ്റാണ് കൊടുത്തത്, അപ്പോൾ ഇറ്റ് ഒന്നാമതാണ് കൊടുത്തത്, ഡിഡ് രണ്ടാമതാണ് കൊടുത്തത്, റെയിൻ മൂന്നാമത് കൊടുത്തു, എസ്റ്റർഡേ നാലാമത്തെ പൊസിഷനിലാണ്.
ഇനി നമ്മളത് ചോദ്യം ചോദിക്കണമെങ്കിൽ അതിലൊരു മഴ പെയ്തിരുന്നോ, ഇന്നലെ മഴ പെയ്തിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ ഈ ഡിഡ് ആദ്യം എഴുതിയാൽ മതി. ഡിഡ് ഇറ്റ് ഇവരുടെ പൊസിഷൻ മാറ്റി കൊടുത്താൽ മതി. 2 1 ആക്കിയാൽ മതി. അപ്പോൾ ഡിഡ് ഇറ്റ് റെയിൻ yesterday. Did it rain yesterday? Clear? Did it rain yesterday? ഇന്നലെ മഴ പെയ്തിരുന്നോ? അപ്പോൾ അതിൻ്റെ ആൻസർ ആണ് യെസ്, ഇറ്റ് റെയിൻ yesterday. ഓക്കെ, യെസ് ഇറ്റ് റെയിൻ yesterday. അപ്പോൾ നിങ്ങൾ ഇപ്പം നമ്മൾ തുടക്കമായതുകൊണ്ട് ബേസിക് ലെവലിൽ ഉള്ള ആൾക്കാർ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫുൾ സെൻറ്റൻസ് തന്നെ പറഞ്ഞ് പഠിക്കണം. അല്ലാതെ യെസ് എന്ന് പറഞ്ഞ് നിർത്തരുത്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ലാംഗ്വേജ് പറഞ്ഞിട്ടുള്ള പ്രാക്ടീസ് കുറവാകും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫുൾ സെൻറ്റൻസ് തന്നെ നമ്മൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം ബേസിക് ലെവലിൽ. ക്ലിയർ? സോ ഡിഡ് ഇറ്റ് റെയിൻ യെസ്റ്റർഡേ? യെസ് ഇറ്റ് റെയിൻ യെസ്റ്റർഡേ. അങ്ങനെ നിങ്ങളൊരു 10 പ്രാവശ്യമെങ്കിലും ഈ സെൻറ്റൻസിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? ഡിഡ് ഇറ്റ് റെയിൻ യെസ്റ്റർഡേ? യെസ് ഇറ്റ് റെയിൻ യെസ്റ്റർഡേ. ഇനി മഴ പെയ്തില്ലെങ്കിലോ ഈ ഡിഡിന് ശേഷം നോട്ട് കൊടുത്താൽ മതി. ഇറ്റ് ഡിഡിൻറ്റ് റെയിൻ യെസ്റ്റർഡേ. ക്ലിയർ? ഇറ്റ് ഡിഡിൻറ്റ് റെയിൻ യെസ്റ്റർഡേ. ഇന്നലെ മഴ പെയ്തില്ല. ക്ലിയർ? അപ്പോൾ നമുക്ക് ആ പോസിറ്റീവ് ആൻസറായി, നെഗറ്റീവ് ആൻസറായി, പോസിറ്റീവായി. ക്ലിയർ? അപ്പോൾ ഡിഡ് ഇറ്റ് റെയിൻ യെസ്റ്റർഡേ? യെസ് ഇറ്റ് റെയിൻ യെസ്റ്റർഡേ. നോ ഇറ്റ് ഡിഡിൻറ്റ് റെയിൻ യെസ്റ്റർഡേ. ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ ഇത് നിങ്ങൾ ആവശ്യമെങ്കിൽ നോട്ടിൽ എഴുതി വെക്കണം. ഓക്കെ, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എഴുതി വെക്കാം. നമ്മൾ ചെയ്യാം. പിന്നെ നമുക്ക് നാളെ മഴ പെയ്യും എന്ന് പറയണമെങ്കിലോ? ഓക്കെ, നാളെ മഴ പെയ്യും. അപ്പോൾ അതിന് 2 രീതിയിൽ പറയാം. ഒന്നുകിൽ സിമ്പിളായിട്ട് ഇറ്റ് വിൽ റെയിൻ ടുമോറോ, അതാണ് ഓർക്കാൻ എളുപ്പം. ഇറ്റ് വിൽ റെയിൻ ടുമോറോ, ഇറ്റ് വിൽ റെയിൻ. അപ്പോൾ റെയിൻ മതി കേട്ടോ. റെയിൻ ടുമോറോ, ഇറ്റ് വിൽ റെയിൻ ടുമോറോ, നാളെ മഴ പെയ്യും. ക്ലിയർ? ഇനി ഇത് തന്നെ നമുക്ക് വേറൊരു രീതിയിലും പറയാം. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ ടുമോറോ. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ ടുമോറോ. അപ്പോൾ ഇത് സെയിം മീനിങ് തന്നെയാണ്. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ ടുമോറോ എന്ന് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നാളത്തെ കാര്യമാണല്ലോ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് നാളെ മഴ പെയ്യും എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പറയുന്നത്. ഇനി ഇവിടെ ടുമോറോ ഇല്ലെങ്കിൽ, സപ്പോസ് ടുമോറോ ഇല്ലെങ്കിൽ എന്താ? ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു അടുത്ത നിമിഷത്തെ കുറിച്ചായിരിക്കും ചിലപ്പോൾ പറയുന്നുണ്ടാവുക. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. ഓക്കെ, ഇറ്റ് ഈസ് ഗോയിങ് ടു മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോഴും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ടുമോറോ യൂസ് ചെയ്യുമ്പോൾ അത് ഇന്നത്തെ കാര്യമല്ല, ഫ്യൂച്ചറിലാണ്, നാളത്തെ കാര്യമാണെന്ന് വിചാരിച്ചോളൂ. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ ടുമോറോ. ഇനി ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് എങ്ങനെ പറയാം? ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, സാധ്യതയുണ്ട്. അതെങ്ങനെ പറയും? ഇറ്റ് ഈസ് ലൈക്ലി ടു റെയിൻ. ഇറ്റ് ഈസ് ലൈക്ലി ടു റെയിൻ ടുഡേ. ഇന്ന് എന്നല്ലേ പറഞ്ഞത്? ടുഡേ, ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് ലൈക്ലി ടു റെയിൻ ടുഡേ. ഓക്കെ, ഇനി നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ ടുഡേ മാറ്റിയിട്ട് ടുമോറോ ആക്കുക. ഓക്കെ, ഇനി ഇന്ന് വൈകുന്നേരം മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ദിസ് ഈവനിങ് എന്ന് പറഞ്ഞാൽ മതി. ഇറ്റ് ഈസ് ലൈക്ലി ടു റെയിൻ ദിസ് ഈവനിങ്. ഓക്കെ, അപ്പോൾ ടുഡേ ഈവനിങ് തന്നെ പറയട്ടെ, ഇതാണ് കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, ഇറ്റ് ഈസ് ലൈക്ലി ടു റെയിൻ ദിസ് ഈവനിങ്. ക്ലിയർ? അപ്പോൾ ഇന്ന് വൈകുന്നേരം മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇന്നാണെങ്കിൽ ഇവിടെ ടുഡേ കൊടുക്കുക, നാളെ ആണെങ്കിൽ ടുമോറോ, ഇന്ന് വൈകുന്നേരം ദിസ് ഈവനിങ്, അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ ആണെങ്കിൽ നിങ്ങൾ ആഫ്റ്റർനൂൺ അവിടെ ആഡ് ചെയ്യുക. അത്ര മതി. ഓക്കെ, അപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട്, ഒരു സാധ്യതയാണെങ്കിൽ, പോസിബിലിറ്റി ആണെങ്കിൽ നമ്മൾ ഇറ്റ് ഈസ് ലൈക്ലി ടു റെയിൻ ഉള്ള ആ ഒരു വേർഡ് ഫ്രേസ് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിക്കുക, പ്രാക്ടീസ് ചെയ്യുക. Okay friends, all the best. Thank you.